ഡാഡി അമ്മയ്ക്ക് ഇത് അറിഞ്ഞുള്ള അവസ്ഥ ആലോചിക്കാൻ പോലും പറ്റും. അല്ല നീ ഇത് പറയല്ലേ അമ്മയടുത്ത് പോയി പറഞ്ഞാ പിന്നെ തീർന്നു. അല്ല നീ പറയോ? സത്യം ചെയ്. സത്യം എന്ത് പറയത്തില്ല. ആര് ചോദിച്ചാലും പറയല്ലോ, ഒന്നും പറയല്ലേ. സത്യം 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 സത്യം. അമ്മ ചോദിച്ചാലും ഞാൻ പറയത്തില്ല. പറഞ്ഞാ പിന്നെ നമുക്ക് കളിക്കാനൊന്നും പറ്റൂല. തങ്കം തങ്കം പറഞ്ഞോ അമറണ്ട കേക്കാം. ഇത് എന്തോന്നാണടി? ഒരു കാര്യം ചെയ്യുമ്പോ അത് വേണോന്ന് പറഞ്ഞ് ചെയ്യണം. ആക്കാനും വേണ്ടി ഓർക്കാനിക്കരുത് കേട്ടോ. എന്തുവാ കാര്യം പറ. കാര്യം കാണിച്ചാൽ ഇങ്ങോട്ട് വാ. നിനക്ക് നീ നടക്കാൻ നിന്റെ കാലിലല്ലോ കുഴപ്പമുണ്ടോ? എന്തോന്നാണടി ഇത്? എന്താ പാർട്ടിയുടെ യൂണിഫോം കളിക്കരുത്. ഇത് കഴുകിയതാ കഴുകി. ഇച്ചിരി പശ മുക്ക എന്താണ് നിനക്ക് വയ്യാത്ത? ഞാൻ ചെയ്യണമായിരിക്കും. എങ്കിൽ പിന്നെ എനിക്കറിയാം കഴുകാൻ. തക്ലിമോളുടെ കുറച്ച് ബുക്കിലൊട്ടിക്കണൊക്കെ പശ അവിടെ ഇരിപ്പുണ്ട്, അതെടുത്ത് മുക്കിയാൽ മതിയോ? തമാശ പറയരുത്. അത് തന്നെ എന്നോട് പറഞ്ഞു. 2 ദിവസമായി പശ തീർന്ന കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ വല്ല മൈൻഡ് ചെയ്തോ? ഞാൻ പിന്നെ എന്തെടുത്തിട്ട് മുക്കും? പശ തീർന്നെങ്കിൽ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, കഞ്ഞി മുക്കണം. അതിൽ മുക്കണം. കഞ്ഞിവെള്ളത്തിന് മുക്കി തരട്ടെ? നാറ്റാണെന്ന് എന്നോട് പറയരുത് ക്ലീറ്റോ. റേഷനറിയുടെ കഞ്ഞിവെള്ളത്തിന് മുക്കിയാൽ നാറൂന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞു. നിങ്ങൾക്ക് എന്താണ്ട് വലിയ ആൾക്കാരുടെ നടുക്ക് പോയിരിക്കാനുള്ളതാണെന്ന് പറഞ്ഞിട്ട് പിന്നെ മറ്റേ നോട്ടടിച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്ക് തരണോണ്ടേ ഇവിടെ ഇഷ്ടംപോലെ സാധനങ്ങൾ മേടിക്കാൻ പറ്റും. എന്റെ ക്ലീറ്റോ അരി എന്നുള്ള ഇവിടെ ഒരു സാധനവും ഇല്ല. നിങ്ങൾ എന്തെങ്കിലും മേടിച്ച് തരുമോ എനിക്ക്? ഞാൻ ഇത് പറയുമ്പോ ദയവ് ചെയ്ത് നീ വേറെ ദാരിദ്ര്യത്തിലേക്ക് കടക്കരുത്. എപ്പോ നോക്കിയാലും ദാരിദ്ര്യം പറച്ചിലാണ് ഈ വീട്ടില്. എന്റെ ക്ലീറ്റ് ഇവിടെ ഉള്ള കാര്യമല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഈ വീട്ടില് ദാരിദ്ര്യം ഉള്ളു, അതല്ലേ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുള്ളൂ. ദാരിദ്ര്യം മാത്രമല്ലേ ഉള്ളൂ, വേറെ കഷ്ടപ്പാടൊന്നുമില്ലല്ലോ. ആ കഷ്ടപ്പാടില്ല, ദൈവം സഹായിച്ചു. പിന്നെ അയ്യോ കയ്യാ തുണ്ടെഴുതി തുണ്ട് എത്തം അവിടെ എഴുതി വെച്ചത് അതൊന്നും കൊണ്ടുപോകാറില്ലല്ലോ. എന്തെങ്കിലും എഴുതിയല്ലേ? ഇപ്പൊ ആവശ്യമുള്ള തുണ്ട് എഴുതി വെക്കുക. അതിന്റെ സാധനങ്ങൾ ഞാൻ മേടിച്ചുകൊണ്ട് വരാം. സാധനങ്ങൾ മേടിച്ചാൽ മതി. ആ പെങ്കൊച്ച് വളർന്ന് വലുതായി, അവർക്ക് ഉടുപ്പ് ഒന്നും പാകാവണില്ല, എല്ലാം ഇറുക്കി പിടിച്ചിരിക്കണേ. അതിന് ഇച്ചിരി തുണി മേടിച്ചു തരാൻ പറഞ്ഞിട്ട് എത്ര നാളെ 2 പാവടയും ബ്ലൗസും തയ്ക്കാൻ. സ്വന്തം മോളാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്നേഹിച്ച് ലാളിച്ച് ഭക്ഷണം കൊടുക്കരുത്. അത് തിന്ന് ഇപ്പൊ തന്നെ ഒരുമാതിരിയായി. ഇച്ചിവിടെ വളർന്നു കഴിഞ്ഞാൽ കെട്ടിച്ച് വല്ലവൻ്റെ വിടണ പാകത്തിനുള്ള ചെറുക്കനെ കിട്ടൂല. ഉള്ള കാര്യം പറഞ്ഞു. നിന്നെ പോലെ തിന്നണേനെ കണക്ക് പറയല്ലേ എന്റെ ക്ലീറ്റോ. ഞാൻ ഉള്ള കാര്യമാണ് പറഞ്ഞു. ഉള്ള കാര്യമാണ് പറഞ്ഞു. എന്റെ മോളെ കെട്ടിക്കൊണ്ടുപോകാൻ ഇഷ്ടം. പിന്നെ ഞാൻ എനിക്ക് എപ്പോഴും എന്റെ കണ്ണിന്റെ കാഴ്ച വെച്ചിട്ട് പോയപ്പോ ഞാൻ നിന്നെ കെട്ടി. സമയം എന്തായി? സമയം ഇന്നലത്തെ നേരമായി. 12:30 കഴിഞ്ഞ് 1 മണിയായി. ആ കൊച്ചെന്താ വരാത്ത തക്കളി? ഉച്ചവരെ ഉള്ളു ക്ലാസ്, 12 മണിക്ക് ക്ലാസ് കഴിയുന്ന പറഞ്ഞു. എന്താ ഉച്ചവരെ? ആ എന്തോ മീറ്റിംഗ് ഉണ്ടെന്ന് എന്നിട്ട് ഇന്ന് ഉച്ചവരെ ഉള്ളു പറഞ്ഞ ഡയറിയിൽ. സ്കൂളിൽ മിക്കവാറും ദിവസങ്ങളിൽ മീറ്റിംഗ് ആണല്ലോ. ഒന്ന് പോയി നോക്കിക്കേ. ആ 2 കിടാങ്ങൾ വല്ല വന്നോ? എന്താടി വൈകിയത്? ബസ് കേടായി, നടന്നാണ് വന്ന. ഓ സ്കൂൾ ബസിന്റെ ഫീസും പുസ്തകത്തിന്റെയും ബുക്കിന്റെയും കൊടുക്കണ പൈസയൊക്കെ വെറുതെ ആണെന്നാണ്. സ്കൂളിൽ ഉച്ചവരെ പഠിപ്പുള്ളൂ, ബസ് കേട്. എന്തെടുക്ക നീ? ചായ ഒന്നും വേണ്ടേ? എനിക്കൊന്നും ചോറുണ്ടാ? ചോറുണ്ടാതല്ലേ പോയത് മോനെ. കർത്താവേ, പറഞ്ഞ പോലെ മീറ്റിങ്ങിന്റെ കാര്യം മറന്നു. ഈ മെസ്സേജ് കണ്ടില്ലായിരുന്നെങ്കിൽ ഇപ്പൊ തീർന്ന. തങ്കം വെള്ളം ഒന്ന് തേച്ചെടുക്ക്. വെള്ളം തേച്ചെടുക്ക്. പാല് കാച്ച് ഉച്ചവരെ ഉണ്ടായുള്ളൂ. പിന്നെ പാല് വെച്ച് രാത്രി കാണോ? അല്ല, എന്നാലും ഒരു പാല് കാച്ചൊക്കെ ആകുമ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഒരു കമ്പനിയൊക്കെ ഉണ്ടാവില്ലേ? പാർട്ടിയൊക്കെ ഇല്ലേ? ഈ നല്ല വെയിലുള്ള സമയത്തിന് വെള്ളം അടിച്ചിട്ട് ഇത് തന്നെ ചിന്തയല്ലേ എപ്പോഴും? സാറിന്റെ അമ്മാവന്മാരെന്ന് പറഞ്ഞാൽ മക്കളെ നേർവഴിക്ക് നടത്തുന്നവനാണ്. ഇത് നല്ല അമ്മാവൻ തന്നെ. എടാ, അങ്ങനെ ഉച്ചവരെ ഉള്ളൂ കണക്കുന്ന. ഉച്ചവരക്ക് ലീവ് എടുത്താൽ മതിയായിരുന്നില്ലേ? ഉച്ചയ്ക്ക് പോയിരുന്നില്ലേ? സ്കൂളാ, അവിടെ ഓടിക്കും. അളിയാ എവിടെ ഉച്ചക്ക്? ഉച്ചവെയിൽ കൊള്ളാൻ പോണ് വരുന്ന. ഈ ചെക്കൻ എന്താ ഭ്രാന്തുണ്ട്? ചിലർ ഈ മഴ കൊള്ളാൻ ആഗ്രഹിച്ച് മഴയത്തൊക്കെ ഇറങ്ങി നടക്കുന്നുണ്ട്. ഈ വെയിലത്ത് ഇറങ്ങി നടക്കുന്നവൻ ആദ്യമായിട്ടാണ്. പോത്ത് വെയിൽ. അമ്മാവോ, ഞാൻ ഒരു പൊതുപ്രവർത്തകനാണ്. എനിക്ക് പല ആവശ്യങ്ങളും പല സമയത്ത് ഉച്ച രാവിലെ ഒന്നുമില്ല ഞങ്ങൾക്ക് കേട്ടോ. എന്റെ അമ്മ, പൊതുപ്രവർത്തകൻ ഇത് കേട്ട് കേട്ട് ഭ്രാന്തായി. ഒരു വാർഡ് മെമ്പറെങ്കിലും ആയി കാണിക്കടാ. എന്നാ നീ പൊതുപ്രവർത്തകനാന്ന് ഞങ്ങൾ സമ്മതിക്കാം. നടന്നു തന്നെ. എബ്രഹാം ലിങ്കൺ അങ്ങനെ ഒരു മഹാനായ വ്യക്തിയുണ്ട്, അറിയാമോ? അയാള് 10-15 പ്രാവശ്യം വാർഡ് ഇലക്ഷനും പല ഇതിലുമായിട്ട് തോറ്റിട്ട് ഏറ്റവും ഒടുവിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ടാണ് ആള് തിരിച്ചു വന്നത്. അതുപോലെ ഞാനും വരും ഒരു വരവ്. അടിപൊളി, നല്ല ഉപമ. എബ്രഹാം ലിങ്കൺ. നിങ്ങളോട് വർത്താനം പറഞ്ഞ എന്റെ ഊർജം പോവും കേട്ടാ. പോവല്ലേ? അയ്യോ വേണ്ട, നിങ്ങൾ അമ്മാവനും മരുമോനും കൂടെ ആയിക്കോളി.
നമ്മളില്ലേ നമ്മൾ പുറംപോക്ക്. ഇന്ന് ഇത്തിരി നല്ല മൂടാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞു. ആരെങ്കിലും പറ്റിക്കാണ്ടാവും, ഇല്ലെങ്കിൽ ഇപ്പൊ ഉച്ചയ്ക്ക് ഊണും കഴിഞ്ഞ് കടന്നുറങ്ങണ്ടല്ലേ. റേഡിയോയിലെ ടി വിയിലാണ് എബ്രാലിങ്ങനെ കുട്ടി പറഞ്ഞു കേട്ട് കാണും. ഇനി ഒരു 3 ദിവസത്തേക്ക് എബ്രാലിങ്ങനെ. അവളെന്തേ ജമന്തി കൊച്ചോ ജമന്തിയേ ഡീ എന്തോ ഒന്നിങ്ങ വന്നേ. കൊച്ചെന്തേടി എന്തിനും കുഴപ്പമുണ്ടാവും? അല്ല കരച്ചിൽ എന്തെങ്കിലും ഉണ്ടോന്ന്? അവളകത്തിരുന്ന് കളിക്കുവോ? എന്ത് പറ്റി? നീ കാര്യം പറ. എടാ അവള് തക്കിളിമോള് സ്കൂൾ വിട്ട് വന്നപ്പം മുതൽ ഒരേ കരച്ചില് കട്ടിലേക്ക് ഇടുന്നു. എന്തെങ്കിലും ചോദിച്ചിട്ട് പറയണൂല്ല, മിണ്ടണൂല്ല, ഒന്നും. ഞാൻ ഇവക്ക് എന്തെങ്കിലും അറിയാവുന്ന ഓർത്ത് വിളിച്ചതാ. നല്ലൂനോളെ വിളിച്ചേ. നല്ലുമോളെ ഇങ്ങോട്ട് വന്നേ. അമ്മ ഒരു കാര്യം ചോദിക്കട്ടെ. കുഞ്ഞും തക്കളി ചേച്ചിയായിട്ടല്ലേ സ്കൂളിൽ നിന്ന് വന്നത്? ഇന്ന് തക്കിളി ചേച്ചിയായിട്ട് തല്ലു പിടിച്ചായിരുന്നോ? സത്യം പറയണം, തല്ലു പിടിച്ചില്ലേ? പിന്നെ എന്തിനാ തക്കിളി ചേച്ചി വിഷമിച്ചിരിക്കണേ? സത്യം പറയണം. ഞങ്ങൾ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ തക്കളി ചേച്ചി വിഷമിച്ചിരിക്കായിരുന്നു. ഞാൻ ചോദിച്ചപ്പോ ഒന്നും തക്കളി ചേച്ചി മിണ്ടില്ല, കരക്കൊണ്ടിരിക്കും. സത്യം സത്യം. ഇനി ക്ലാസ്സിൽ ആരെങ്കിലും ആയിട്ട് തല്ലു പിടിച്ചാ? ഇല്ല. പിന്നെ ഇതെന്താന്നാവോ ഈ കൊച്ചിങ്ങനെ ഇരിക്കണം? എന്ത് ചോദിച്ചിട്ടും പറയണില്ലെന്നേ പെണ്ണ്. എനിക്ക് ഇങ്ങനെ കാണുമ്പോ ആദ്യം കയറും. നീ ഒരുപാട് അങ്ങ് ഇതാവുന്നും വേണ്ട, കുറച്ച് പറയുമായിരിക്കും. ഒന്ന് ചോദിച്ചു. ഇങ്ങനെയല്ല, അത് ഇപ്പൊ തന്നെ അറിയണല്ലോ. അത് ചോദിച്ചാൽ എന്താ കുഴപ്പം? ചോദിക്കാൻ ഒന്നും പോയേട്ടാ. നീ ചോദിച്ചാ പറയും. ചോദിക്കാം. വാ ഒന്ന് നോക്കി നോക്കാം നമുക്ക് എന്താ കുട്ടിക്ക് പറ്റിയാണ്ടാവുന്നത്. എന്താണ് പോണുണ്ട്. എന്തിനാ കരയണേ? പേരകനുണ്ടോ? ആരെങ്കിലും വഴക്കൂടിയോ? മാർക്ക് വല്ലതും തന്നോ? ടീച്ചർ വഴക്ക് പറഞ്ഞോ? പിന്നെന്തിനാ കരയണം? എന്താന്ന് പറ മോനെ നീ. വല്ല അസുഖം ഉണ്ടോ? ഡോക്ടറെ അടുത്ത് പോണോ? പിന്നെ എന്തിനാ നീ ഇരുന്ന് കരയണ? എന്തിനാ അങ്ങനെ വെറുതെ ഇരുന്ന് കുട്ടികൾ കരയോ? എന്താ കാര്യം എന്ന് പറ. വന്നപ്പോ തുടങ്ങിയത് ഈ കരയാനായിട്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാമനോട് പറ. ക്ലാസ്സിൽ ആരെങ്കിലും ആയിട്ട് തല്ലു പിടിച്ചാ? പരീക്ഷക്ക് തോറ്റുപോയതാണെങ്കിൽ അതും കുഴപ്പമില്ല. തോറ്റുപോയോ? കഴിച്ചോല്ലോ നീ? ഇപ്പൊ സമയം എത്രയത്? കുട്ടി സ്കൂളിൽ വന്നിട്ട് ഒന്നും കൊടുത്തില്ല. അവള് തിന്നണ്ട്. ഉച്ചക്ക് ചോറും ഉണ്ടോയില്ലെന്ന് ഉച്ചവരെ ഉള്ളത് കൊണ്ട്. ചോറുണ്ണാൻ വിളിച്ചിട്ട് വരണ്ടേ? അവൾക്ക് കറി പിടിക്കുന്നില്ല, ഉണ്ടാവൂലായിരിക്കും. പച്ചക്കറി ഇഷ്ടമല്ലല്ലോ. അവിടെ മീൻ വറുത്തിരിപ്പുണ്ട്, മാമി തരാം. വാ. അതെന്താ വേണ്ടത്? ഇനി ഞാൻ വടിയെടുക്കും കേട്ടോ. എടി, ഒന്നാമത് ഈ കുട്ടികൾക്ക് മീനൊക്കെയാണ് ഇഷ്ടമെങ്കിൽ അത് മേടിച്ചു കൊടുക്കണം. വെറുതെ ഈ അരി മേടിച്ചിങ്ങനെ പുഴുങ്ങി വെച്ചാൽ പോരാ. കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കണം. ഒരുത്തരം എബ്രകാലിങ്ങനായിട്ട് നടക്കണ്ടല്ലോ നാട് നേരാക്കാൻ. വീട്ടിലെ കാര്യം നോക്കാൻ അവന് സമയമില്ല. പോയത് അപ്പൊ കുട്ടിയൊന്നും കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ അവൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങി കൊടുത്തു കൊടുക്കണം എന്നറിയില്ല. അപ്പൊ എവിടെ അറിഞ്ഞോണ്ടിരിക്കല്ലേ? നേരം ചോദിക്കാൻ അങ്ങ് പോയല്ലേ? എന്താണ് കാര്യം? അമ്മീ മറുത്തത് മീൻ ചാറെന്തെങ്കിലും ചോറ് കുറച്ച് കൊടുത്താ നീക്കേ. അതൊക്കെ തരുള്ളൂ. കാര്യം പറ മക്കളെ. ഒന്നുമില്ല അമ്മ. ഒന്നുമില്ലാതെ തക്കളിമോൾ എന്തിനാ കരയണേ? എനിക്ക് കരച്ചിൽ വന്നത്ര ഉണ്ട്. പിന്നെ അങ്ങനെയാണ് വെറുതെ കരച്ചിൽ വരിക. നീക്കി വാ, നല്ലിന്റെ കൂടെ അവിടെ പോയിരുന്നു കളിക്കാതെ അവിടെ പോയി ഊണ് കഴിച്ചാ. നീച്ചാ നീക്കി നീക്കി അടിയുള്ളൂ. വാ, എന്താ വിളിച്ചോണ്ട് വാ നല്ലുമോളെ. വാശിയൊക്കെ പിടിക്കാനുള്ള സമയം അപ്പം നടന്നു. ശരി, ചോറ് കൊടുത്ത. കുട്ടികളെങ്ങനെ അധികം ലാളിച്ച് വളർത്തരുത്. അപ്പം ഇതുമാതിരി തൊട്ടതിനും പിടിച്ചതിനൊക്കെ വാശി പിടിക്കും, കരയൊക്കെ. കുഞ്ഞ് എഴുന്നേക്കടി തക്കളി. കട്ടൻ ചായ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം. നമ്മളെ സംതൃപ്തിക്ക് നമ്മൾ തന്നെ ഇട്ട് കുടിച്ചാൽ. പറയണ കേക്ക്. നീ എഴുന്നേക്കാൻ. അവളെ എഴുന്നേറ്റില്ല ഇതുവരെ. സ്കൂളിലൊന്നും പോണില്ലേ കൊച്ച്? കട്ടൻ ചായ ഉണ്ടോ? ഇതാണ് സാധനം. ചായയും കുടിച്ചോണ്ടിരുന്നോ?
ഒരു സമാധാനം ഇല്ല മനുഷ്യന്. ഞാൻ നിന്നിപ്പോ എന്ത് സമാധാനക്കേട് ഉണ്ടാക്കി? ആ കൊച്ചു കിടക്കണ കിടപ്പ് കണ്ടോ ക്ലീറ്റോ? ഇന്നലെ രാത്രി മുതൽ കിടക്കണത് അവിടെ. അതിന് എന്ത് പ്രശ്നം നീ ചോദിച്ചില്ലേ? ചോദിച്ചാ പറയണ്ടേ? ഞാൻ ചോദിച്ചു, കനകൻ ചോദിച്ചു, അമ്മാവൻ ചോദിച്ചു, ജമന്തി ചോദിച്ചു. ഇനിയിപ്പൊ എങ്ങനെ എന്തെന്നാ പറയണേ? എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ആശുപത്രി കൊണ്ടുപോകും. ഇത് അതും പറയണില്ലല്ലോ. തോന്നണുണ്ടോ കണ്ടിട്ട്? ഒന്നും തോന്നണില്ല. പെങ്കൊച്ച് ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ വലിയ പാടാ എനിക്ക്. സ്കൂളിൽ ഇനി പഴയ പോലെ വല്ല ചെക്കന്മാര് വല്ല കത്ത് കൊടുക്കുക അങ്ങനെ അതൊന്നുമല്ല. അതിൻ്റെയൊക്കെ പ്രായം കഴിഞ്ഞില്ല. അവള് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് വന്ന് പറയും. അതൊന്നുമല്ല. ഇത് നമുക്ക് പേടിയുള്ള എന്തോ സംഗതി ഉണ്ടായിട്ടുണ്ട്. എനിക്ക് മനസ്സിലായി. പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞാൽ നീ എന്താ പറഞ്ഞ് പേടിപ്പിച്ചേ? പറ, എന്താ പറഞ്ഞേ? മാർക്ക് കുറയുമ്പോൾ എന്തെങ്കിലും പറയണത് അത് അപ്പനമാരും അല്ല എപ്പോഴും പറയും. നീ അങ്ങനെ പറയരുത്. നീ എപ്പോഴും ഈ കൊച്ചിനെ പല പിള്ളേരുമായിട്ട് താരതമ്യം ചെയ്യും. നിന്റെ ഗൗരിക്ക് എത്ര കിട്ടി, അവൾക്ക് ഇത്ര കിട്ടി, മറ്റേ കൊച്ചിന് അത്ര കിട്ടി, ഇത്ര കിട്ടി എന്ന് പറഞ്ഞ് ഇവിടെ മറ്റു പിള്ളേരുമായിട്ട് നീ താരതമ്യപ്പെടുന്നത് അത് പിള്ളേർക്ക് മാനസികമായിട്ട് അതിപ്പോ എപ്പോഴും ചെയ്യണതല്ലേ? അതിപ്പോ ഇന്നലെ ഒരു ദിവസമാണ് അത് ചെയ്തേക്കുന്നത്. അതെ എടി, ഇതിങ്ങനെ പിള്ളേരുടെ ഉള്ളിൽ കിടക്കും. ഇതിങ്ങനെ കിടന്ന് അവർ പേടിയാവും. അത് തന്നെ സംഭവം. അങ്ങനെയൊന്നുമില്ല. ഞാനല്ലാണ്ട് പിന്നെ പിള്ളേര് പഠിക്കണ്ടേ നല്ലോണം? അതിനല്ലേ നല്ലതല്ലേ പറഞ്ഞു കൊടുക്കണം തന്നെ. ഈ ലോകത്തുള്ള എല്ലാ പിള്ളേരും കൂടെ പഠിച്ച് എഞ്ചിനീയറും ഡോക്ടറും ഒക്കെ ആയിട്ട് കളക്ടറൊക്കെ ആയി കഴിഞ്ഞാൽ സാധാരണക്കാർ കുറച്ച് വേണം, വേറെ ജോലി ചെയ്യാൻ ആളുകൾ വേണം. ഈ ഒരു കാര്യം ആലോചിക്കണം. നിൻ്റെ എൻ്റെ മോളാണ് കേട്ടോ. കുറച്ച് നല്ലത് എന്തെങ്കിലും കിട്ടിയാൽ അത് എൻ്റെത്. പിന്നെ എന്തെങ്കിലും അവൾക്ക് പോരായ്കളുണ്ടെങ്കിൽ അത് നിൻ്റെതായിരിക്കും. അങ്ങനെ ആയിരുന്നല്ലോ നിൻ്റെ പഠിപ്പ് പള്ളിക്കൂടത്തിൽ പഠിക്കുമ്പോൾ തന്നെ. പിന്നെ ഈ കൊച്ചിനെ നീ ഇപ്പോൾ പഠിപ്പിച്ച് അങ്ങ് ഇതാക്കാനും നോക്കല്ലേ. എല്ലാ തന്നേന്നുള്ളമാർക്കുള്ളൊരു സൂക്കേടാണ്. അവരെങ്ങനെയായിരുന്നു എന്നൊന്നും ചിന്തിക്കൂല. മക്കളും അങ്ങ് പഠിപ്പീര് 24 മണിക്കൂർ 10 എടുത്ത് വെച്ച് പഠിക്കാൻ പറഞ്ഞ് കൊച്ചുകൾ മാനസികമായിട്ട് ഇതായി പോകും. അതിന് കളിക്കാനും കൂടെ വിടണം. ഞാൻ പറഞ്ഞു ക്ലീറ്റ്. ഇപ്പം അതൊക്കെ പറഞ്ഞ് പരീക്ഷയ്ക്ക് തോറ്റാലും കുഴപ്പമില്ല മോൻ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കണെന്ന് ചോദിച്ചിട്ട് അവള് പറയണ്ടേ ക്ലീറ്റോ? ഈ മോഡൽ പരീക്ഷയിലെ പേപ്പറെല്ലാം കിട്ടിയായിരുന്നോ? അതൊക്കെ ഒപ്പിട്ട് കൊടുത്തോ? അതിൻ്റെ മാർക്ക് ഒന്നും തോറ്റിട്ടൊന്നുമില്ലല്ലോ. ഇല്ല. ആ പിന്നെ അത്രയൊക്കെ പഠിച്ചാൽ മതി അവള്. അത് അങ്ങനെയൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കും. ഇത് അത് അങ്ങനെ എന്തോ ആണ്. ഒന്നുമല്ല, വേറെ എന്തോ കുഴപ്പമുണ്ട് എൻ്റെ കുഞ്ഞിന്. ഇന്നിപ്പോ സ്കൂളിൽ പോകാൻ മടി പിടിച്ച് കിടക്കുക കാണുന്നത്. ഒന്നുമില്ലെങ്കിൽ പിന്നെ നീ എന്തിനെങ്കിലും കരയണ തക്കളി? ഡാഡി ദേഷ്യം പിടിപ്പിക്കരുത്. ഡാഡി വളരെ സ്നേഹത്തോടെ ചോദിക്കണം. കരച്ചിലോട് കരച്ചില്. എനിക്കെന്നെ ഞാനേ ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കാൻ എനിക്ക് അറിയാം. ചുമ്മാ ഇടവളെ വിളിക്കേ. തക്കളേ ഒന്നുമില്ല, അവളേക്ക് വരട്ടെ. വാ മക്കളേക്ക് വാ. എന്തോന്നറിയാം മനുഷ്യനെ ആദ്യം പിടിപ്പിക്കാതെ നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറയോ? കാര്യം പറഞ്ഞാ കാര്യം അറിഞ്ഞോ? അല്ലേ നീ കാര്യം പറയണേ. എന്തോന്നു? ഒന്നുമില്ല, പേടിക്കാൻ വേണ്ടി ഒന്നുമില്ല. ഇത് കഴിഞ്ഞ ദിവസം സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങിയ അടുത്ത് സ്ഥിരമായിട്ട് സാധനം മേടിക്കുന്ന ഒരു കടയുണ്ട്. ഈ ബുക്ക് ചാർട്ട് മറ്റേ സാധനങ്ങളൊക്കെ ഇല്ലേ, പേപ്പറൊക്കെ മേടിക്കുന്ന സാധനങ്ങളില്ലേ, ആ കടയ്ക്ക് ബുക്ക് സ്റ്റാൾ കയറി ഒരു സാധനം മേടിച്ചു. അപ്പോൾ ഇവിടെ കൂട്ടുകാരൊക്കെ നേരത്തെ ഇറങ്ങിപ്പോയി. പൈസ ബാലൻസ് മേടിക്കുക എവളാ നിന്നത്. ഇറങ്ങാൻ നേരത്തെ വായി നോക്കി ഇവിടെ കയ്യിലാണ്ട് കയറി പിടിച്ച് അപ്പുറത്തെ കണ്ടു. അവിടെ സംസാരിക്കാൻ സമ്മതിക്കങ്ങള് അത് കേൾക്കുന്നവരാണോ എങ്കിലും അവർ പറയുള്ളൂ. അങ്ങനെ ചാടി കടിച്ച് പറഞ്ഞ പിന്നെ കുട്ടികൾ ഇവിടെ ഒന്ന് പറയും. ഇതെന്ത് ചെയ്യുമെന്ന് പറയും. ഇതാണ് കുഴപ്പം. കാര്യം ഇപ്പൊ മനസ്സിലാകും. എന്താണ് കാര്യം കേട്ടാ മതി. ഇല്ലല്ലോ, അവള് വെറുതെ ഇരുന്നില്ല. എന്നിട്ട് അവൾ ഇവിടുത്തെ കൊച്ചല്ലേ, ഒരു ഒറ്റ ഇടി എടുത്തിട്ട് മൂക്കാണെങ്കിൽ കൊടുത്തരണം. ആ എന്റെ മൂക്കൊന്ന് ചോര കണ്ടു വന്നു. രക്തം കൊടുത്തല്ലോ. മക്കളെ അതിൽ കുഴപ്പമില്ല. അയാളുടെ മൂക്കൊന്ന് ചോരന്ന് പേടിച്ചു വരാം. മക്കളായാലും ഒരു കുഴപ്പമില്ല. നമ്മുടെ അടുത്ത് മോശമായ ആര് പെരുമാറിയാലും അവരോട് ഇങ്ങനെ തന്നെ പ്രതികരിക്കണം. എന്റെ പൊന്ന് മക്കളെ, ഇത് ഡാഡി ചോദിച്ചിട്ടൊന്ന് പറയണ്ടേ? മോളവന് നല്ല ഇടി കൊടുത്തല്ലേ അല്ലേ? മക്കളെ, നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുന്നവരെ എന്ത് സംഭവിച്ചാലും അത് മാതാപിതാക്കളോട് പറയണം. അത് പറയാനുള്ള സ്വാതന്ത്ര്യം രക്ഷാകർത്താക്കളും കൊടുക്കണം. ചാടി കളിച്ച പിന്നെ എങ്ങനെ കുട്ടികൾ പറയും? മക്കളെ
നല്ലിനോട് പിണങ്ങാനും ചെയ്യരുത്. നല്ലിനെ കൊണ്ട് സത്യമൊക്കെ ജയിച്ചവള് വീട്ടിൽ പറഞ്ഞോ ഞാൻ പിന്നെ മിണ്ടൂല എന്നൊക്കെ പറഞ്ഞോളത്. അങ്ങനെ വിചാരിക്കട്ടെ മക്കളെ. ഇതിപ്പോ നല്ലുമോള് പറഞ്ഞോണ്ടല്ലേ നമ്മൾ അറിഞ്ഞത്. അതെ നല്ലു ഇതാണ് ചേച്ചിയെ കണ്ടുപിടിക്കണം. ഇതുപോലെ ആയിരിക്കണം. നമ്മളോട് ഒരാൾ മോശമായിട്ട് പെരുമാറിയാൽ നമ്മൾ ഉറക്കെ വിളിക്കുകയോ ആളെ വിളിച്ചു കൂട്ടുകയോ ഇങ്ങനെയൊക്കെ ചെയ്യണം. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പറയണം. എല്ലാ കാര്യം വേണ്ട. മാമൻ പറഞ്ഞനക്ക് അപ്പൂപ്പൻ പറഞ്ഞനക്ക് വീട്ടിൽ നിന്ന് പറയണം. ടീച്ചർ പറഞ്ഞിട്ടില്ലേ അങ്ങനെ? ഗുഡ് ടച്ചും ബാഡ് ടച്ച് ഒക്കെ പഠിപ്പിച്ചിട്ടില്ലേ? അതൊക്കെ പെൺകുട്ടികൾ മനസ്സിലാക്കി വെച്ചേക്കണം. ആൺകുട്ടികളും. ഇപ്പോഴേ എങ്ങനെ തോന്നുന്നു? മനസ്സൊന്ന് സമാധാനമായ? വിങ്ങിപ്പൊട്ടി പറയണില്ലെന്ന് എല്ലാം ഒന്ന് തുറന്ന് പറഞ്ഞാൽ മതി. ഇനിയിപ്പോ എന്റെ മോളെ ധൈര്യമായിട്ട് അമേരിക്കയിൽ വേണമെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് വിടാം. എന്റെ മോള് എത്ര നേരം നിന്റെ മോള് എന്നല്ലേ പറഞ്ഞത്? ഞാൻ പറഞ്ഞ അങ്ങനെ എന്റെ ബുദ്ധിയും നിന്റെ കഴിവും അതെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. ഞാൻ മോശമായിട്ടല്ല. ഇപ്പൊ ഏതായാലും നല്ലൊരു കാര്യമായിരുന്നു. കുഴപ്പമൊന്നുമില്ല. മക്കൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. എന്തുണ്ടെങ്കിലും അച്ഛനോടും അമ്മയോടും വീട്ടുകാരോടും വന്ന് ചർച്ച ചെയ്യണം. കേട്ടോ? Versus Alien.